Hi students. So നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ ലൈൻസ് ആൻഡ് ആംഗിൾസ് എന്നാണ്. ഓക്കെ, അപ്പൊ എന്താണ് ലൈൻസ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലൈൻസ്, ആംഗിൾസ് എന്താണുള്ളതൊക്കെ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ലൈൻസ് ആൻഡ് ആംഗിൾസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ്. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ ഇൻട്രൊഡക്ഷൻ ആണ് പറയുന്നത്. എന്താണ് ഇൻട്രൊഡക്ഷൻ? ഇൻട്രൊഡക്ഷനിൽ നമ്മൾ ലൈൻ, സെഗ്മെന്റ്, റേ, ലൈൻ, ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പറയാണ്. എന്താണ് ലൈൻ സെഗ്മെന്റ്, എന്താണ് റേ, എന്താണ് ലൈൻ എന്നുള്ളത് നോക്കാം. അപ്പൊ ലൈൻ സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? എ പാർട്ട് ഓർ പോർഷൻ ഓഫ് എ ലൈൻ വിത്ത് 2 end points ഈസ് കോൾഡ് എ ലൈൻ സെഗ്മെന്റ്. അപ്പൊ നമുക്ക് 2 പോയിന്റ് തന്നു, എ എന്ന് പറഞ്ഞൊരു പോയിന്റും ബി എന്ന് പറഞ്ഞൊരു പോയിന്റും. ഓക്കെ, അപ്പൊ നമ്മൾ എ എന്ന് പറഞ്ഞ പോയിന്റിന്ന് ബിയിലോട്ട് ഒരു ലൈൻ വരയ്ക്കുന്നു. എന്ന് ബിയിലോട്ട് വരയ്ക്കുന്ന ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ? ലൈൻ സെഗ്മെന്റ് എന്ന് പറയാ. ഓക്കെ, എ എന്ന് പറഞ്ഞത് ഒരു എൻഡ് പോയിന്റ് ആണ്, ബി എന്ന് പറഞ്ഞത് വേറൊരു എൻഡ് പോയിന്റ് ആണ്. സോ ഒരു എൻഡ് പോയിന്റ് നിന്ന് വേറൊരു എൻഡ് പോയിന്റിലോട്ട് വരയ്ക്കുന്ന ലൈനാണ് ലൈൻ സെഗ്മെന്റ്. അപ്പൊ നമ്മൾ ഇത് ഡിനോട്ട് ചെയ്യുക എ ബി. അപ്പൊ ഇത് ലൈൻ സെഗ്മെന്റ് ആണ്, 2 എൻഡ് പോയിന്റ് ഉണ്ട്. അപ്പൊ നമ്മൾ ഇങ്ങനെയാണ് ഇതിനെ ഡിനോട്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ ലൈൻ സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? 2 എൻഡ് പോയിന്റ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഒരു എൻഡ് പോയിന്റ് നിന്ന് വേറൊരു എൻഡ് പോയിന്റിലോട്ട് വരയ്ക്കുന്ന അതിനെയാണ് നമ്മൾ എന്ത് പറയാ? ലൈൻ സെഗ്മെന്റ്. നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യുക എ ബി, എന്നിട്ട് മേലെ ഒരു ലൈൻ സെഗ്മെന്റ് വരയ്ക്കും. ഓക്കെ, ദെൻ വാട്ട് അബൌട്ട് റേ? എന്താണ് റേ എന്ന് പറഞ്ഞാല്? എ പാർട്ട് ഓഫ് ലൈൻ വിത്ത് 1 end point ഈസ് കോൾഡ് എ റേ. റേ എന്ന് പറഞ്ഞാൽ ഒരു എൻഡ് പോയിന്റ് ഉണ്ടായിരിക്കുള്ളൂ. അപ്പൊ നമ്മൾ ഒരു എൻഡ് പോയിന്റ് ഇങ്ങനെ വരയ്ക്കുന്നു. മറ്റേത് എന്തായിരിക്കും? എൻഡ്ലെസ് ആയിരിക്കും. ദാറ്റ് മീൻസ് അവിടെ എന്താ? എൻഡ് ഇല്ല, എൻഡ്ലെസ് ആണ്, അതിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പോകും. ഓക്കെ, അപ്പൊ നമുക്ക് എ ബി എന്ന് കൊടുക്കുക. ഒരു എൻഡ് പോയിന്റ്, എ എൻഡ് പോയിന്റ് ആണ്, ബട്ട് ബി എന്താണ്? എൻഡ്ലെസ് ആണ്. അപ്പൊ ഇതിനെ നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യാ? എ ബി. ഇവിടെ എൻഡ് പോയിന്റ് ഉണ്ട്, ഇവിടെ എൻഡ്ലെസ് ആണ്. സോ എ ബി. ഇതെന്താണ്? എ ബി എന്ന് പറഞ്ഞത് റേ ആണ്. അപ്പൊ നമ്മൾ ഈ ഡിനോട്ട് ചെയ്തത് കണ്ടാൽ മനസ്സിലാവണം ഇത് ലൈൻ സെഗ്മെന്റ് ആണോ, ഇത് റേ ആണോ എന്നൊക്കെ. അപ്പം 2 എൻഡ് പോയിന്റ് ആണെങ്കിൽ അതിനെ നമ്മൾ ലൈൻ സെഗ്മെന്റ് എന്ന് പറയുന്നു. ഒരു എൻഡ് പോയിന്റും മറ്റേത് എൻഡ്ലെസ്സും ആണെങ്കിൽ അതിനെ നമ്മൾ റേ എന്ന് പറയുന്നു. ദെൻ വാട്ട് അബൌട്ട് ലൈൻ? ലൈൻ എന്ന് പറഞ്ഞാൽ നോ എൻഡ് പോയിന്റ്, അതിന് എൻഡ് പോയിന്റേ ഇല്ല. ലൈൻ എന്താ? എൻഡ് പോയിന്റേ ഇല്ല. ഇവിടെയും എൻഡ്ലെസ് ആയിരിക്കും, ഇവിടെയും എൻഡ്ലെസ് ആയിരിക്കും. ഓക്കെ, 2 സൈഡിലും എന്താ? എൻഡ് പോയിന്റ് ഇല്ല, 2 സൈഡും എൻഡ്ലെസ് ആണ്. ഇതിനെയാണ് നമ്മൾ ലൈൻ എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഇതെങ്ങനെ നമ്മൾ ഡിനോട്ട് ചെയ്യാ? എ ബി. കണ്ടോ, 2 സൈഡും എന്താ? എൻഡ്ലെസ് ആണ്. അപ്പൊ ഡിഫറൻസ് മനസ്സിലായോ? നമ്മളെ ലൈൻസ് ആൻഡ് ആംഗിൾസിലെ ലൈൻസിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ലൈൻസിൽ ആദ്യം നമ്മൾ ലൈൻ സെഗ്മെന്റ് ആണ് പഠിച്ചത്. ലൈൻ സെഗ്മെന്റ് എന്ന് പറഞ്ഞാല് ഒരു എൻഡ് പോയിന്റ് നിന്ന് വേറൊരു എൻഡ് പോയിന്റിലോട്ട് വരയ്ക്കുന്നത്. 2 എൻഡ് പോയിന്റ് ഉണ്ടായിരിക്കും. ക്ലിയർ? അതെങ്ങനെ ഡിനോട്ട് ചെയ്യാന്നുള്ളതും നോക്കാം. ദെൻ വാട്ട് അബൌട്ട് റേ? റേക്ക് ഒരു എൻഡ് പോയിന്റ് ഉണ്ടായിരിക്കും, മറ്റേത് എന്തായിരിക്കും? എൻഡ്ലെസ് ആയിരിക്കും. കണ്ടോ, ഇത് ഡിനോട്ട് ചെയ്യുക ഇങ്ങനെയാണ്. ദെൻ വാട്ട് അബൌട്ട് ലൈൻ? നോ എൻഡ് പോയിന്റ്, എൻഡ് പോയിന്റേ ഇല്ല, 2ഉം എന്താണ്? എൻഡ്ലെസ് ആണ്. കണ്ടോ, 2ഉം എൻഡ്ലെസ് ആണ്. അപ്പം ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ പറഞ്ഞതാണ്. അപ്പൊ എന്താണ് ലൈൻ സെഗ്മെന്റ്, എന്താണ് ലൈൻ, എന്താണ് റേ എന്നൊക്കെ ഉള്ളത് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, ഇനി നമുക്ക് ആംഗിൾസ് എന്താ നോക്കിയാലോ. An angle is formed when lines or line segments meet. ലൈനുകളോ ലൈൻ സെഗ്മെന്റുകളോ മീറ്റ് ചെയ്യുമ്പം അതാണ് ആംഗിൾസ്. ഓക്കെ, ലൈനോ ലൈൻ സെഗ്മെന്റ്സോ മീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ലൈൻ എന്താന്ന് പഠിച്ചു, ലൈൻ സെഗ്മെന്റ് എന്താന്ന് പഠിച്ചു. അപ്പൊ ലൈനോ ലൈൻ സെഗ്മെന്റോ മീറ്റ് ചെയ്യുമ്പോൾ ദാറ്റ് മീൻസ് കൂട്ടിമുട്ടല് മീറ്റ് ജോയിൻ ചെയ്ത് വരയ്ക്കുമ്പോൾ അതിനെയാണ് നമ്മൾ ആംഗിൾ എന്ന് പറയാം. ഇവിടെ കണ്ടോ, എ ബി എന്ന് പറഞ്ഞ ഒരു ലൈൻ സെഗ്മെന്റ് ഉണ്ട്, എ സി എന്ന് പറഞ്ഞ വേറൊരു ലൈൻ സെഗ്മെന്റ് ഉണ്ട്, ബി സി എന്ന് പറഞ്ഞ വേറൊരു ലൈൻ സെഗ്മെന്റ് ഉണ്ട്, അല്ലെ? അപ്പൊ ലൈൻ സെഗ്മെന്റ് എ ബിയും ലൈൻ സെഗ്മെന്റ് ബി സിയും ഇന്റർസെക്ട് ചെയ്യുന്നത്, കൂട്ടിമുട്ടുന്നത് എവിടെ? ബിയിലോട്ട്, ടു ഫോം ആംഗിൾ എ ബി സി. അപ്പൊ ഇവിടെ ഒരു ആംഗിൾ ഉണ്ടായി എ ബി സി. ഓക്കെ, എ ബി എന്ന് പറഞ്ഞ ഒരു ലൈൻ സെഗ്മെന്റും ബി സി എന്ന് പറഞ്ഞ ഒരു ലൈൻ സെഗ്മെന്റും ഇന്റർസെക്ട് ചെയ്യുക, കൂട്ടിമുട്ടുന്നത് ഇവിടെയാണ്. അപ്പൊ ഇവിടെ നമുക്കൊരു ആംഗിൾ ഉണ്ടായി, ആംഗിൾ എ ബി സി.
അതുപോലെ ലൈൻ സെഗ്മെന്റ് ബി സിയും ലൈൻ സെഗ്മെന്റ് എ സിയും ഇന്റർസെക്ട് ചെയ്യുന്നു സിയില്. കണ്ടോ? ലൈൻ സെഗ്മെന്റ് ബി സിയും ലൈൻ സെഗ്മെന്റ് എ സിയും ഇന്റർസെക്ട് ചെയ്തു എവിടെ? സിയില്. ഓക്കെ, ടു ഫോം ആൻ ആംഗിൾ എ സി ബി. അപ്പൊ ഇവിടെ എ സി ബി എന്ന് പറഞ്ഞ ഒരു ആംഗിൾ ഉണ്ടായി. ഓക്കെ, ഇനി വേറെ നമുക്ക് എന്ത് പറയാം? ലൈൻ സെഗ്മെന്റ് എ ബിയും ലൈൻ സെഗ്മെന്റ് എ സിയും ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട് എയില്. അപ്പൊ അവിടെ ഒരു ആംഗിൾ ഉണ്ടായി ബി എ സി. അങ്ങനെയും പറയാം. ക്ലിയർ? അപ്പൊ 3 ആംഗിൾസ് ആണ് ഇവിടെ ഉള്ളത്. ആംഗിൾ എ ബി സി, ആംഗിൾ ബി സി എ ആൻഡ് ആംഗിൾ ബി എ സി. അപ്പൊ 3 ആംഗിൾസ്. അപ്പൊ നമുക്ക് എങ്ങനെ ആംഗിൾസ് കിട്ടിയത്? ലൈൻസോ ലൈൻ സെഗ്മെന്റോ മീറ്റ് ചെയ്തു എവിടെ? ഒരു കോമൺ പോയിന്റിൽ. ഓക്കെ, അപ്പൊ 2 ലൈൻ സെഗ്മെന്റ് ഇന്റർസെക്ട് ചെയ്തു. അങ്ങനെ നമുക്ക് എന്ത് കിട്ടി? ആംഗിൾ കിട്ടി. ക്ലിയർ? ഇനി ഇവിടെ നോക്കാം. ഇവിടെ നമുക്ക് പി ക്യൂ എന്ന് പറഞ്ഞ ഒരു ലൈൻ ഉണ്ട്. ലൈൻ അല്ലേ? കാരണം ഇവിടെ എന്താ? എൻഡ്ലെസ് ആണ് അല്ലേ? അപ്പൊ നമുക്ക് പറയാം ലൈൻ ആണ്. പി ക്യൂ എന്ന് പറഞ്ഞ ലൈനും ഉണ്ട്. പിന്നെ ഏതാ? ആർ എസ് എന്ന് പറഞ്ഞ ലൈനും ഉണ്ട്. അപ്പൊ പി ക്യൂ എന്ന് പറഞ്ഞ ഈ ലൈനും ആർ എസ് എന്ന് പറഞ്ഞ ഈ ലൈനും കൂടെ ഇന്റർസെക്ട് ചെയ്യാം. കൂട്ടിമുട്ടി പോകുന്നുണ്ട് എവിടെ? ഓ എന്ന് പറഞ്ഞൊരു പോയിന്റില്. ലൈൻസ് പി ക്യൂ ആൻഡ് ആർ എസ് ഇന്റർസെക്ട് അറ്റ് ഓ. ഓക്കെ, ടു ഫോം 4 ആംഗിൾ. അപ്പൊ ഇവിടെ ഇന്റർസെക്ട് ചെയ്യുമ്പോൾ എത്ര ആംഗിൾസ് ഉണ്ട്? 4 ആംഗിൾസ് ഉണ്ട്. ഏതൊക്കെ? ഒന്ന് പി ഒ എസ്. കണ്ടോ? ഇതാണ് പി ഒ എസ്. പി ഒ എസ്. ദെൻ നെക്സ്റ്റ് എസ് ഒ ക്യു. ഇവിടെ ഒരു ആംഗിൾ ഉണ്ട് എസ് ഒ ക്യു. ഇനി അടുത്ത ആംഗിൾ ഉണ്ട് ക്യു ഒ ആർ. നെക്സ്റ്റ് ആംഗിൾ ആർ ഒ പി. അപ്പൊ എത്ര ആംഗിൾസ് ഉണ്ട്? 4 ആംഗിൾസ്. ഏതൊക്കെ? പി ഒ എസ്, എസ് ഒ ക്യു, ക്യു ഒ ആർ, ആർ ഒ പി. അപ്പൊ the 4 angles formed are angle POS, angle SOQ, angle QOR and angle POR. അപ്പം 2 ലൈനായ പി ക്യൂവും ആർ എസും ഓ എന്ന് പറഞ്ഞ പ്ലേസിൽ ഇന്റർസെക്ട് ചെയ്തപ്പം നമുക്ക് 4 ആംഗിൾസ് കിട്ടി. ക്ലിയർ? നെക്സ്റ്റ് റിലേറ്റഡ് ആംഗിൾസ്. അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആണ്. 2 ആംഗിൾസ് നമ്മളിവിടെ പഠിക്കുന്നുണ്ട്. കോംപ്ലിമെന്ററി ആംഗിളും സപ്ലിമെന്ററി ആംഗിളും. അപ്പൊ എന്താണ് കോംപ്ലിമെന്ററി ആംഗിൾ എന്ന് നമുക്കൊന്ന് നോക്കിയാലോ? യെസ്, എന്താ കോംപ്ലിമെന്ററി ആംഗിൾ? when the sum of the measures of 2 angles is 90 degree. 2 ആംഗിൾസിന്റെ സം എന്ന് പറഞ്ഞാൽ ആഡ് ചെയ്യുമ്പോൾ ആ 2 ആംഗിൾസും നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 90 ഡിഗ്രി കിട്ടണം. The angles are called കോംപ്ലിമെന്ററി ആംഗിൾ. അപ്പൊ നമുക്കിപ്പോ 2 ആംഗിൾസ് തന്നിട്ട് ഇത് കോംപ്ലിമെന്ററി ആണോ ചോദിച്ചാല് നമ്മൾ എന്ത് ചെയ്യാ? ആ 2 ആംഗിൾസും ആഡ് ചെയ്യാ. ആഡ് ചെയ്യുമ്പോൾ 90 ഡിഗ്രി ആണ് കിട്ടുന്നതെങ്കിൽ we can say that it is complementary angle. അപ്പം whenever 2 angles are complementary ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? each angle is said to be the complement of the other angle. എന്ത് പറയാൻ പറ്റും? each angle is said to be the complement of other angle. അപ്പൊ കോംപ്ലിമെന്ററി ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താ? സം ഓഫ് മെഷേഴ്സ് ഓഫ് 2 ആംഗിൾ. 2 ആംഗിളിന്റെ സമ്മ് എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അതിനെയാണ് നമ്മൾ കോംപ്ലിമെന്ററി ആംഗിൾ എന്ന് പറയാ. 2 ആംഗിൾസ് കോംപ്ലിമെന്ററി ആണെങ്കിൽ ഒരു ആംഗിൾ മറ്റേ ആംഗിളിന് കോംപ്ലിമെന്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാം. ഇപ്പൊ ഇവിടെ നമുക്ക് 30 ഡിഗ്രി എന്ന് പറഞ്ഞൊരു ആംഗിൾ ഉണ്ട്. ഇത് 60 ഡിഗ്രി എന്ന് പറഞ്ഞ ഒരു ആംഗിൾ ഉണ്ട്. ഓക്കെ, ഇതാണ് 30. ഫസ്റ്റ് 2 ആംഗിൾ എടുക്കാം, 30 ഡിഗ്രിയും 60 ഡിഗ്രിയും. അപ്പൊ ഇത് കോംപ്ലിമെന്ററി ആംഗിൾ ആണ്. നമ്മൾ എങ്ങനെ ചെക്ക് ചെയ്യും? ആ 2 ആംഗിളും കൂടെ ആഡ് ചെയ്യാം. 30 ഡിഗ്രി പ്ലസ് 60 ഡിഗ്രി വിച്ച് ഈസ് ഈക്വൽ ടു വാട്ട് ഈസ് 30 പ്ലസ് 60? ഇറ്റ് ഈസ് 90 ഡിഗ്രി. അപ്പൊ ഈ 2 ആംഗിളിന്റെ സമ്മും 90 ഡിഗ്രി കിട്ടി. സോ വി ക്യാൻ സേ ദാറ്റ് ദീസ് ആംഗിൾസ് ആർ കോംപ്ലിമെന്ററി ആംഗിൾ. ഇത് കോംപ്ലിമെന്ററി ആംഗിൾ ആണ്, കാരണം സമ്മ് 90 ഡിഗ്രി കിട്ടി. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? 30 ഡിഗ്രി ഈസ് ദ കോംപ്ലിമെന്റ് ഓഫ് 60 ഡിഗ്രി. അല്ലെങ്കിൽ വൈസ് വേഴ്സ നമുക്ക് തിരിച്ചും പറയാൻ പറ്റും. 60 ഡിഗ്രി ഈസ് ദ കോംപ്ലിമെന്റ് ഓഫ് 30 ഡിഗ്രി. ഓക്കെ, then what about these two? ഇത് കോംപ്ലിമെന്ററി ആംഗിൾ ആണോ? നമുക്ക് നോക്കാം. 35 ഡിഗ്രി പ്ലസ് 65 ഡിഗ്രി ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? വാട്ട് ഈസ് 35 പ്ലസ് 65? 5 പ്ലസ് 5 എന്താ? 10. 110 അല്ലേ?
നമുക്ക് ഇവിടെ 110 ആണ് കിട്ടുന്നത് അല്ലേ? സോറി 100 ആണല്ലേ കിട്ടുന്നത്, 100 ആണ് കിട്ടുന്നത്. അപ്പൊ നമുക്ക് എന്ത് പറയാം, ഇതൊരു കോംപ്ലിമെന്ററി ആംഗിൾ അല്ല. ഓക്കെ, 35 + 65 എന്താ, 5 + 5 is 10, 1 6 7 8 9 10. ഓക്കെ, അപ്പൊ 100 ഡിഗ്രി ആണ് കിട്ടുന്നത്. സോ വി ക്യാൻ സേ ദാറ്റ് ദിസ് ഈസ് നോട്ട് കോംപ്ലിമെന്ററി. അപ്പൊ whenever our sum is 90 ഡിഗ്രി, രണ്ട് ആംഗിൾസിന്റെ സം 90 ഡിഗ്രി ആണെങ്കിൽ then only we can say that it is complementary angle. Okay, then we can move to next, supplementary angle. എന്താണ് supplementary angle എന്ന് പറഞ്ഞാൽ? When the sum of the measures of two angles is 180 degree, such pairs of angles are called supplementary angle. അപ്പൊ നമുക്ക് രണ്ട് ആംഗിൾ തന്നു, ആ രണ്ട് ആംഗിളും നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 180 ഡിഗ്രി ആണ് കിട്ടുന്നതെങ്കിൽ അതിനെ നമ്മൾ സപ്ലിമെന്ററി ആംഗിൾ എന്ന് പറയുന്നു. ഓക്കെ, ഈവൻ ടു ആംഗിൾസ് ആർ സപ്ലിമെന്ററി ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഈച്ച് ആംഗിൾ ഈസ് സെഡ് ടു ബി ദ സപ്ലിമെന്റ് ഓഫ് ദ അതർ. അപ്പം കോംപ്ലിമെന്ററി എന്തായിരുന്നു, രണ്ട് ആംഗിൾസിന്റെ സമ്മ് 90 ഡിഗ്രി ആണെങ്കിൽ, ദെൻ സപ്ലിമെന്റ് എന്താണ്, രണ്ട് ആംഗിൾസിന്റെ സമ്മ് 180 ഡിഗ്രി ആണെങ്കിൽ അതാണ് സപ്ലിമെന്ററി. ഇതിന്റെ എക്സാമ്പിൾ നോക്കിയാലോ, ഇവിടെ നമുക്ക് 60 ഡിഗ്രി ഉണ്ട്, 120 ഡിഗ്രി ഉണ്ട്. ഫസ്റ്റത്തെ രണ്ട് ആംഗിൾസ് നോക്കാം, 60 ഡിഗ്രിയും 120 ഡിഗ്രിയും. അപ്പൊ ഇത് നമുക്ക് ആഡ് ചെയ്ത് നോക്കാം, 60 ഡിഗ്രി പ്ലസ് 120 ഡിഗ്രി. ഓക്കെ, ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, 0 + 0 0, 6 + 2 8, then 1. എന്ത് കിട്ടി, 180 ഡിഗ്രി കിട്ടി. അപ്പൊ ഇതെന്താ സപ്ലിമെന്ററി. അപ്പൊ ഈ രണ്ട് ആംഗിളും സപ്ലിമെന്ററി ആണ്. 60 ഡിഗ്രി ഇസ് ദ സപ്ലിമെന്റ് ഓഫ് 120 ഡിഗ്രി, അല്ലെങ്കിൽ നമുക്ക് തിരിച്ചും പറയാം 120 ഡിഗ്രി ഇസ് ദ സപ്ലിമെന്റ് ഓഫ് 60 ഡിഗ്രി. ഇനി ഇത് സപ്ലിമെന്റ് ആണോ നോക്കിയാലോ, നോക്കാം. 68 ഡിഗ്രി പ്ലസ് 112 ഡിഗ്രി. അപ്പൊ ആഡ് ചെയ്യുമ്പോ രണ്ട് ആംഗിൾസിന്റെ സം ആഡ് ചെയ്യുമ്പോ എന്ത് കിട്ടണം, 180 ഡിഗ്രി കിട്ടുകയാണെങ്കിൽ നമുക്ക് സപ്ലിമെന്റ് ആണെന്ന് പറയാം. 112 പ്ലസ് 68, 8 + 2 10, 1 8 1 180. അപ്പൊ 180 ഡിഗ്രി കിട്ടി. യെസ്, സം 180 ഡിഗ്രി കിട്ടിയത് കൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇതെന്താണ്, സപ്ലിമെന്ററി ആണ്. അപ്പം സപ്ലിമെന്ററി ആംഗിൾ ആണോ നോക്കാന് നമുക്ക് തന്ന രണ്ട് ആംഗിൾസിന്റെ സമ്മ് നോക്കുക, 180 ഡിഗ്രി ആണെങ്കിൽ അത് സപ്ലിമെന്റ് ആണെന്ന് പറയാൻ പറ്റും. അപ്പൊ 68 ഡിഗ്രി is the supplement of 112, or we can say that 112 is the supplement of 68 degree. Clear? ഇനി നമുക്ക് കുറച്ച് പ്രോബ്ലംസ് നോക്കിയാലോ. നമ്മൾ എന്താ ലൈൻ സെഗ്മെന്റ്, എന്താ ലൈന്, എന്താ റേ, ആംഗിൾ എന്താന്ന് പഠിച്ചു. പിന്നെ ഡിഫറെന്റ് എന്ത് പഠിച്ചു, ആംഗിൾസ്. കോംപ്ലിമെന്ററി ആംഗിൾ സമ്മ് 90 ഡിഗ്രി ആവും, സപ്ലിമെന്ററി ആംഗിൾ രണ്ട് ആംഗിളിന്റെ സമ്മ് 180 ഡിഗ്രി ആയിരിക്കും. ഇത്രയും കാര്യങ്ങൾ പഠിച്ചു. ഇനി നമുക്ക് അതിന്റെ പ്രോബ്ലംസ് നോക്കാം. ഫൈൻഡ് ദ കോംപ്ലിമെന്റ് ഓഫ് ഈച്ച് ഓഫ് ദ ഫോളോയിങ് ആംഗിൾ. അപ്പൊ നമുക്ക് കുറച്ച് ആംഗിൾസ് തന്നിട്ടുണ്ട്, അതിന്റെ കോംപ്ലിമെന്റ് കാണാനാണ് പറഞ്ഞത്. ഓക്കെ, നമുക്കറിയാം കോംപ്ലിമെന്ററി ആംഗിൾ എന്ന് പറഞ്ഞാൽ സമ്മ് 90 ഡിഗ്രി ആണ്. അപ്പൊ അതിന്റെ കോംപ്ലിമെന്റ് കാണണമെങ്കിൽ ആ ആംഗിളിന് നമ്മൾ എന്ത് ചെയ്യണം, 90 ഡിഗ്രിന്ന് സബ്ട്രാക്ട് ചെയ്യണം. ഇവിടെ നമുക്ക് തന്നത് 20 ഡിഗ്രി ആണ്. സോ വാട്ട് ഈസ് 90 - 20 ഈക്വൽ ടു 70. അപ്പം കോംപ്ലിമെന്റ് ഓഫ് 20 ഡിഗ്രി എന്താ, 70 ഡിഗ്രി. അപ്പൊ കോംപ്ലിമെന്റ് ചോദിച്ചാൽ 90 ഡിഗ്രിന്ന് നമ്മൾ തന്ന ആംഗിൾ സബ്ട്രാക്ട് ചെയ്യാം. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ 63 ഡിഗ്രി. അപ്പൊ 90ന്ന് നമ്മൾ എന്ത് ചെയ്യണം, 63 സബ്ട്രാക്ട് ചെയ്യണം. സോ വാട്ട് ഈസ് 90 - 63? 10 - 3 7. ദെൻ ഇവിടെ എന്തുണ്ടാവും, 8 ഉണ്ടാവും അല്ലെ. 8 - 6, 8 എന്ന് നമ്മൾ 6 പോയാൽ 2. Our answer is 27 ഡിഗ്രി അല്ലേ. 27 degree is the complement of 63 degree. Then 57. 57 complement എങ്ങനെ കാണാം, 90 - 57. 90 - 57. 10 എന്ന് 7 പോയാൽ 3. ഇവിടെ എന്തുണ്ടാവും, 8 അല്ലേ. 8 എന്ന് 5 പോയാൽ എന്താ, 3.
33. ഇനി നിങ്ങൾക്ക് കിട്ടിയ ആൻസർ കറക്റ്റ് ആണോ നോക്കാൻ 57ഉം 33ഉം കൂടെ ആഡ് ചെയ്യാം. അപ്പൊ 90 കിട്ടുന്നുണ്ടോ നോക്കാം. 0 1 6 7 8 9. യെസ്, 33 ഡിഗ്രി. അപ്പം നമ്മൾ എന്താ അങ്ങനെ കോംപ്ലിമെന്റ് ആംഗിൾ കാണും. 90 ഡിഗ്രിന്ന് സബ്ട്രാക്ട് ചെയ്യാം. അപ്പൊ നമുക്ക് ഇങ്ങനെ കോംപ്ലിമെന്റ് കാണാൻ പറഞ്ഞാല് ഈ ഒരു ആംഗിളിന്റെ കോംപ്ലിമെന്റ് 70 ആണ്, ഈ ഒരു ആംഗിളിന്റെ കോംപ്ലിമെന്റ് 27 ആണ്, ഈ ഒരു ആംഗിളിന്റെ കോംപ്ലിമെന്റ് 33 ആണ്. ക്ലിയർ? ദെൻ നെക്സ്റ്റ് ഫൈൻഡ് ദ സപ്ലിമെന്റ് ഓഫ് ഈച്ച് ഓഫ് ദ ഫോളോയിങ് ആംഗിൾ. ഇവിടെ നമുക്ക് കുറച്ച് ആംഗിൾസ് തന്നിട്ടുണ്ട്. എന്താ കണ്ടത്? സപ്ലിമെന്റ് കാണണം. അപ്പൊ ഫസ്റ്റ് ആംഗിൾ എന്താ? 105 ഡിഗ്രി ആണ്. ഓക്കെ, അപ്പൊ സപ്ലിമെന്റ് രണ്ട് ആംഗിൾസിന്റെ സമ്മ് 180 ഡിഗ്രി ആണെങ്കിലേ സപ്ലിമെന്റ് ആവുള്ളൂ. അപ്പൊ 180 ഡിഗ്രി മൈനസ് 105 ഡിഗ്രി എന്നാലല്ലേ നമുക്ക് അതിന്റെ സപ്ലിമെന്റ് കിട്ടുള്ളൂ. യെസ്, 180 മൈനസ് 105 ആണ് നമുക്ക് തന്നത്. 105. സോ 10ന്ന് 5 പോയാൽ 5. ഇവിടെ എന്തുണ്ടാവും? 775 അല്ലേ? അപ്പം 75 ഡിഗ്രി ആണ് ഏതിന്റെ? 105 ഡിഗ്രി ആംഗിളിന്റെ സപ്ലിമെന്റ്. ഓക്കെ, then what about 87? 87ന്റെ സപ്ലിമെന്റ് കാണാൻ പറഞ്ഞ 180ന്ന് 87 സബ്ട്രാക്ട് ചെയ്യാം. 180 മൈനസ് 87. അപ്പൊ 180 മൈനസ് 87 നോക്കാം. 180 മൈനസ് 87 ഇവിടെ 7 ഉണ്ടാവും. ദെൻ 70ന്ന് 8 പോയാൽ 93. അപ്പൊ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? 93ഉം 87ഉം ആഡ് ചെയ്യാം. അപ്പൊ 10 കിട്ടും 1, 9ഉം 9ഉം 18. ഓക്കെ, അപ്പം 87ന്റെ സപ്ലിമെന്റ് ഏതാ? 93 ഡിഗ്രി. ഓക്കെ, then what about 154? 154ന്റെ സപ്ലിമെന്റ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ? 180 ഡിഗ്രി മൈനസ് 154 ഡിഗ്രി. 180 മൈനസ് 154. 10ന്ന് 4 പോയാൽ എന്താ? 10ന്ന് 4 പോയാൽ 6. ഇവിടെ എന്തുണ്ടാവും? 7. ഓക്കെ, 7ന്ന് 5 പോയാൽ എത്ര? 2. അപ്പൊ 26 ഡിഗ്രി. ഓക്കെ, 26 ഡിഗ്രി. അപ്പം നമുക്ക് തന്ന ക്വസ്റ്റ്യന്റെ സപ്ലിമെന്റ് ഒക്കെ നമ്മൾ കണ്ടു. അവ ശ്രദ്ധിക്കുക, കോംപ്ലിമെന്റ് ചോദിച്ചാൽ 90 ഡിഗ്രി എന്നായിരിക്കണം സബ്ട്രാക്ട് ചെയ്യുക. സപ്ലിമെന്റ് ചോദിച്ചാൽ 180 ഡിഗ്രി എന്നായിരിക്കും സബ്ട്രാക്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ സിമ്പിൾ ആണ്. അപ്പൊ ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് വെക്കാം. ഓക്കെ, ആ ഒരു കൺസെപ്റ്റ്. ഐഡന്റിഫൈ വിച്ച് ഓഫ് ദ ഫോളോയിങ് പെയർസ് ഓഫ് ആംഗിൾസ് ആർ കോംപ്ലിമെന്ററി ആൻഡ് വിച്ച് ആർ സപ്ലിമെന്ററി. അപ്പൊ നമുക്ക് ആംഗിൾസ് 2 എണ്ണം തന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് എന്താ കാണണ്ടേ? ഏതൊക്കെയാണ് ഇതിൽ കോംപ്ലിമെന്ററി, ഏതൊക്കെയാണ് ഇതിൽ സപ്ലിമെന്ററി. അപ്പൊ നമുക്ക് നോക്കാം. ഫസ്റ്റത്തെ പേയേഴ്സ് ഏതാ? 65ഉം 115ഉം ആഡ് ചെയ്ത് നോക്കാം. 5 + 5 10, 8 1. ഫസ്റ്റത്തെ സമ്മ് 65 ഡിഗ്രി പ്ലസ് 115 ഡിഗ്രി വിച്ച് ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. അപ്പൊ 180 ഡിഗ്രി ആണ്. സോ വി ക്യാൻ സേ ദാറ്റ് ദിസ് ഈസ് സപ്ലിമെന്ററി. ഫസ്റ്റ് എന്താ? സപ്ലിമെന്ററി ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ 112 പ്ലസ് 68. ഇതും എന്ത് കിട്ടി? 180 ഡിഗ്രി ആണ് ഇതിന്റെയും സമ്മ്. ഇതും എന്താണ്? സപ്ലിമെന്റ്. ഓക്കെ, ഇതും എന്താ? സപ്ലിമെന്ററി ആംഗിൾ ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ 130 പ്ലസ് 50. എന്ത് വരും? 130 പ്ലസ് 50 ആഡ് ചെയ്യുമ്പോ 81. ഇതും നമുക്ക് 180 ഡിഗ്രി ആണ്. ഇതും എന്താണ്? സപ്ലിമെന്റ്. ദെൻ 45 പ്ലസ് 45. അടുത്തത് നോക്കാം. 45 പ്ലസ് 45 90. അപ്പൊ ഇതെന്താ? സമ്മ് കിട്ടിയത് 90 ഡിഗ്രി ആണ്. അതുകൊണ്ട് ഇതെന്താ? കോംപ്ലിമെന്റ്. ഓക്കെ, അപ്പൊ നമ്മളോട് ഏതൊക്കെയാണ് ഇതിൽ കോംപ്ലിമെന്ററി, ഏതൊക്കെയാണ് ഇതിൽ സപ്ലിമെന്ററി എന്നാണ് ചോദിച്ചത്. അപ്പൊ ഫസ്റ്റത്തതും സെക്കൻഡത്തതും തേർഡത്തതും നമുക്ക് സമ്മ് ചെയ്തപ്പോ 180 ഡിഗ്രി ആണ് കിട്ടിയത്. സോ അതെന്താണ്? സപ്ലിമെന്ററി ആണ്. ലാസ്റ്റത്തത് സമ്മ് ചെയ്തപ്പോ നമുക്ക് എന്ത് കിട്ടി? 90 ഡിഗ്രി ആണ് കിട്ടിയത്. അത് കോംപ്ലിമെന്ററി ആണ്. ഓക്കെ, the next question, find the angle which is equal to its complement.
ഒരു ആംഗിള് അത് അതിന്റെ കോംപ്ലിമെന്റിന് തന്നെ ഈക്വൽ ആയിരിക്കും. നമുക്കറിയാം സം ഓഫ് കോംപ്ലിമെന്റ് എന്തായിരിക്കും? രണ്ട് ആംഗിളിന്റെ സമ്മ് 90 ഡിഗ്രി ആയിരിക്കും. അപ്പൊ 90 ഡിഗ്രിയിൽ സമ്മും വരണം, രണ്ട് ആംഗിളും ഈക്വലും ആവണം. അതേതാ ആംഗിൾ? നമുക്കറിയാം 90 ഡിഗ്രി ഡിവൈഡഡ് ബൈ 2 എന്താ? 90ന്റെ ഹാഫ് 45. സോ ആൻസർ ഈസ് 45. രണ്ട് 45 ഡിഗ്രി ആംഗിള് കോംപ്ലിമെന്ററി അല്ലേ വരിക? യെസ്, രണ്ട് 45 ഡിഗ്രി ആംഗിൾ ആഡ് ചെയ്യുമ്പോൾ 90 ഡിഗ്രി ആണെന്ന് കിട്ടുന്നുണ്ട്. രണ്ടും എന്താണ്? ഈക്വലുമാണ്. അപ്പൊ 45 ഡിഗ്രി ആണ് ഈക്വൽ ടു ഇറ്റ്സ് കോംപ്ലിമെന്റ്. 45 ഡിഗ്രിന്റെ കോംപ്ലിമെന്റ് എന്താ? 45 ഡിഗ്രി തന്നെയാണ്. കാരണം രണ്ടും ഈക്വൽ ആംഗിളും ആണ്. രണ്ടിന്റെയും സമ്മ് എന്ത് കിട്ടുന്നുണ്ട്? 90 ഡിഗ്രി കിട്ടുന്നുണ്ട്. അപ്പം കോംപ്ലിമെന്റ് ഏതാണ്? കോംപ്ലിമെന്റ് ഈക്വൽ. രണ്ട് ആംഗിൾസ് which is equal to its complement is 45 degree. Okay, then what about find the angle which is equal to its supplement? അപ്പൊ ഏത് ആംഗിൾ ആണ് അതിന്റെ സപ്ലിമെന്റിന് ഈക്വൽ? നമുക്കറിയാം സപ്ലിമെന്റിന്റെ സം എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രി ആണ്. 180നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 180നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 180ന്റെ ഹാഫ് എന്താ? 90. അപ്പം 90 ഡിഗ്രി. അപ്പം രണ്ട് 90 ഡിഗ്രി ആംഗിള് അതെന്താണ്? ഇതും 90 ഇതും 90. അപ്പൊ ഈ രണ്ട് ആംഗിളും ഈക്വലുമാണ്. രണ്ട് ആംഗിളിന്റെ സമ്മും 180 സോ വി ക്യാൻ സേ ദാറ്റ് 90 ഡിഗ്രി ഇസ് ദ ആംഗിൾ വിച്ച് ഈസ് ഈക്വൽ ടു ഇറ്റ്സ് സപ്ലിമെന്റ്. അപ്പം ഏത് ആംഗിൾ ആണ് അതിന്റെ കോംപ്ലിമെന്റിന് ഈക്വൽ ആയിട്ടുള്ളതെന്ന് ചോദിച്ചാൽ 45 ഡിഗ്രി ആയിരിക്കും. 45 ഡിഗ്രി പ്ലസ് 45 ഡിഗ്രി ആണ് 90 ഡിഗ്രി. പിന്നെ ഏത് ആംഗിൾ ആണ് അതിന്റെ സപ്ലിമെന്റിന് ഈക്വൽ എന്ന് ചോദിച്ചാൽ 90 ഡിഗ്രി ആയിരിക്കും. കാരണം 90 ഡിഗ്രി പ്ലസ് 90 ഡിഗ്രി ആണ് 180 ഡിഗ്രി. ക്ലിയർ? അപ്പൊ ഇതൊന്ന് ജസ്റ്റ് മൈൻഡിൽ വെക്കുക, ഇമ്പോർട്ടന്റ് ആണ്. The next one, can two angles be supplementary if both of them are acute? എന്താണ് acute angle, obtuse angle, right angle എന്നൊക്കെ പറഞ്ഞാല് നമ്മൾ പഠിച്ചത് അല്ലെ? acute angle എന്ന് പറഞ്ഞാല് 0ന്റെയും 90 ഡിഗ്രിന്റെയും ഇതിന്റെ ബിറ്റ്വീനിലുള്ള ആംഗിൾ 0 to 90 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാ? acute angle. 0നേക്കാളും വലുതായിരിക്കണം, 90നേക്കാളും ചെറുതായിരിക്കണം. അതാണ് ഏത്? acute angle. ഇനി എക്സാക്ട്ലി 90 ഡിഗ്രിക്ക് ഈക്വൽ ആണെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാ? റൈറ്റ് ആംഗിൾ. ഓക്കെ, അതാണ് റൈറ്റ് ആംഗിൾ. ഇനി 90 ഡിഗ്രിനേക്കാളും വലുതും 180 ഡിഗ്രിനേക്കാളും ചെറുതും 90 ഡിഗ്രിയുടെയും 180 ഡിഗ്രിയുടെയും ബിറ്റ്വീനിലുള്ള ആംഗിൾസ് ആണ് ഏത്? ഒബ്റ്റ്യൂസ്. ഓക്കെ, അപ്പം അക്യൂട്ട് എന്ന് പറഞ്ഞാല് 0നേക്കാളും വലുതും 90നേക്കാളും ചെറുതുമായിരിക്കണം. 90ക്ക് ഈക്വൽ ആണെങ്കിൽ അത് റൈറ്റ് ആംഗിൾ ആയിരിക്കും. ഇനി 90നേക്കാളും വലുതും 180നേക്കാളും ചെറുതുമാണെങ്കിൽ അതായിരിക്കും ഒബ്റ്റ്യൂസ്. അങ്ങനെയെങ്കിൽ നമ്മളോട് ചോദിച്ച ഏത് രണ്ട് ആംഗിൾസ് ആണ് സപ്ലിമെന്ററി ആവുക? ഇഫ് ബോത്ത് ഓഫ് ഏതൊക്കെയാണ് വരിക? അക്യൂട്ട്. രണ്ട് അക്യൂട്ട് ആംഗിൾ നോക്കാം. രണ്ട് അക്യൂട്ട് ആംഗിൾ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 180 ഡിഗ്രി കിട്ടുമോ? ഏതെങ്കിലും രണ്ട് അക്യൂട്ട് ആംഗിൾ. അക്യൂട്ട് ആംഗിൾ എന്ന് പറഞ്ഞാൽ 90നേക്കാളും താഴെ ആയിരിക്കണം. അപ്പൊ നമുക്ക് 80 + 80 എടുക്കാം. 80 + 80 തന്നെ എടുക്കണമല്ലോ, രണ്ട് അക്യൂട്ട് ആംഗിൾ ആവണം, അത്രേ ഉള്ളൂ. 90നേക്കാളും ചെറുതായിരിക്കണം. എന്നാ നമുക്ക് 80യും 89ഉം എടുത്ത് നോക്കാം. 9 8 + 8 എന്താ? 16. 169 കിട്ടുന്നുള്ളൂ അല്ലെ? 180 കിട്ടുന്നുണ്ടോ? ഇല്ല. ഇനി വേറെ ഏതെങ്കിലും അക്യൂട്ട് ആംഗിൾ. ഇപ്പൊ 89ഉം 88ഉം അപ്പൊ എന്താ കിട്ടും? 9 + 8 17 ഉണ്ടോ? നമ്മൾ ഏത് നോക്കിയാലും നമുക്ക് എന്താ കിട്ടുക? ഏത് രണ്ട് അക്യൂട്ട് ആംഗിൾ എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രിനേക്കാളും ചെറുതുള്ള ആംഗിൾസിന്റെ സമ്മ നോക്കിയിട്ടും നമുക്ക് എന്ത് കിട്ടുക? 180 കിട്ടാണ് വരുന്നില്ല അല്ലേ? ദാറ്റ് മീൻസ് അത് സപ്ലിമെന്ററി അല്ല. അപ്പൊ നമുക്ക് നമ്മളോട് ചോദിച്ചാൽ ക്യാൻ ടു ആംഗിൾസ് ബി സപ്ലിമെന്ററി ഇഫ് ബോത്ത് ഓഫ് ദം ആർ അക്യൂട്ട്? രണ്ടും അക്യൂട്ട് ആണെങ്കിൽ അത് സപ്ലിമെന്ററി ആവോ? ഇല്ല. നമ്മൾ ഏത് എക്സാമ്പിൾ എടുത്ത് നോക്കിയാലും നമുക്ക് കിട്ടുന്നില്ല. അക്യൂട്ട് എന്ന് പറഞ്ഞാൽ 90നേക്കാളും ചെറുതായിരിക്കും. അപ്പൊ നിങ്ങൾ 90നേക്കാളും ചെറിയ രണ്ട് ആംഗിൾസ് ആഡ് ചെയ്ത് നോക്കുക. ഏതെങ്കിലും 180ക്ക് ഈക്വൽ ഉണ്ടോ നോക്കാം. ഒക്കെ നമുക്ക് 180നേക്കാളും ചെറുതായിട്ടാണ് അല്ലെ കിട്ടുന്നത്. അപ്പൊ നമുക്ക് പറയാം രണ്ട് അക്യൂട്ട് ആംഗിൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് സപ്ലിമെന്ററി ആയിട്ട് കിട്ടുന്നില്ല. ഓക്കെ, ദെൻ ഒബ്റ്റ്യൂസ് ആണെങ്കിലോ? ഒബ്റ്റ്യൂസ് എന്ന് പറഞ്ഞാൽ 90നേക്കാളും വലുതായിരിക്കണം, 180നേക്കാളും ചെറുതുമായിരിക്കണം.
ഓക്കെ, അപ്പൊ രണ്ട് ഒബ്റ്റ്യൂസ് ആംഗിൾ ആഡ് ചെയ്ത് നോക്കാം. 95 പ്ലസ് 170. എപ്പോഴും നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? സപ്ലിമെന്ററി അല്ല കിട്ടുന്നത്, അതിനേക്കാളും വലുതാണ് കിട്ടുന്നത്. കാരണം എന്താ? രണ്ടും 90നേക്കാളും വലുതും 180നേക്കാളും ചെറുതുമാണ്. അപ്പൊ രണ്ടും 90നേക്കാളും വലുതാവുമ്പോ എങ്ങനെ നമുക്ക് എന്ത് കിട്ടുമോ? സപ്ലിമെന്ററി ആവോ രണ്ടും? ഇല്ല, വലുതായിരിക്കും. 180നേക്കാളും വലുതായിട്ടാണ് കിട്ടുക. അപ്പൊ രണ്ട് ഒബ്റ്റ്യൂസ് ആംഗിളും എന്താണ്? നോ ആണ്, സപ്ലിമെന്ററി ആവൂല. അപ്പൊ രണ്ട് അക്യൂട്ട് ആംഗിളും സപ്ലിമെന്ററി ആവൂല, രണ്ട് ഒബ്റ്റ്യൂസ് ആംഗിളും സപ്ലിമെന്ററി ആവൂല. ദെൻ വാട്ട് അബൌട്ട് റൈറ്റ് ആംഗിൾ? രണ്ട് റൈറ്റ് ആംഗിൾ നമുക്കറിയാം. റൈറ്റ് ആംഗിൾ എന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി ഈക്വൽ ടു 90 ഡിഗ്രി ആയിരിക്കും. സോ 90 ഡിഗ്രി പ്ലസ് 90 ഡിഗ്രി എന്താ? 180 ഡിഗ്രി ആണ്. അപ്പം നമുക്ക് എന്ത് പറയാ? യെസ്, എന്താ? രണ്ട് റൈറ്റ് ആംഗിൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? അത് സപ്ലിമെന്ററി ആണ്. 90 പ്ലസ് 90 വിച്ച് ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. ഓക്കെ, അപ്പം രണ്ട് ആംഗിൾസ് സപ്ലിമെന്ററി ആവോ അക്യൂട്ട് ആവുമ്പോ? രണ്ടും അക്യൂട്ട് ആവുമ്പോ ഇല്ല. രണ്ടും ഒബ്റ്റ്യൂസ് ആവുമ്പോ ഇല്ല. രണ്ടും റൈറ്റ് ആംഗിൾ ആവുമ്പോ യെസ്. രണ്ടും റൈറ്റ് ആംഗിൾ ആണെങ്കിൽ ആ രണ്ട് ആംഗിളും എന്താണ്? ആംഗിൾസ് സപ്ലിമെന്ററി. ദാറ്റ് മീൻസ് അതിന്റെ സമ്മ 180 ഡിഗ്രി ആണെന്ന് പറയാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് കുറച്ച് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ് അല്ലെ. നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് ടു ആംഗിൾസ് ആർ കോംപ്ലിമെന്ററി. കോംപ്ലിമെന്ററി എന്ന് പറഞ്ഞാല് രണ്ട് ആംഗിൾസിന്റെ സമ്മ് 90 ഡിഗ്രി. ദെൻ ദ സം ഓഫ് ദർ മെഷേഴ്സ് ഈസ് ഡാഷ്. അതിന്റെ മെഷേഴ്സിന്റെ സമ്മ് എന്തായിരിക്കും? നമുക്കറിയാം, സം ഓഫ് ദർ മെഷേഴ്സ് 90 ഡിഗ്രി അല്ലേ. Then if two angles are supplementary, supplementary ആണെങ്കിൽ അതിന്റെ സം ഓഫ് ദെയർ മെഷേഴ്സ് എന്തായിരിക്കും? അത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? 180 ഡിഗ്രി. Then next, if two adjacent angles are supplementary. എന്താ adjacent angles എന്ന് പറഞ്ഞാൽ? നിയറസ്റ്റ് ആംഗിൾ, അടുത്തടുത്തുള്ള ആംഗിൾ. ഇപ്പൊ നമുക്ക് ഇങ്ങനെ രണ്ട് ആംഗിൾസ്, ഇവിടെ AOB എന്ന് പറഞ്ഞത് ഒരു ആംഗിൾ, BOC ആംഗിൾ AOBയും ആംഗിൾ BOC കണ്ടോ? AOB BOC രണ്ടും അടുത്തടുത്തുള്ള നിയറസ്റ്റ് ആംഗിൾ ആണ് അല്ലെ. ദാറ്റ് മീൻസ് ഒരു കോമൺ ആം ആണ് അതിനുള്ളത്. AOBക്കും OB എന്ന് പറഞ്ഞൊരു ഇതുണ്ട്, BOCക്കും BO എന്ന് പറഞ്ഞൊരു ഇതുണ്ട്, OB അല്ലെ. അപ്പൊ കോമൺ ആയിട്ടുണ്ട്, കോമൺ ആം ഉണ്ട്. അപ്പൊ അതിനെയാണ് നമ്മൾ അഡ്ജസന്റ് ആംഗിൾസ് എന്ന് പറയാം. ഓക്കെ, നമ്മളോട് പറഞ്ഞ ഇഫ് ടു അഡ്ജസന്റ് ആംഗിൾസ് ആർ സപ്ലിമെന്ററി. സപ്ലിമെന്ററി എന്ന് പറഞ്ഞാൽ എന്താ? ഈ രണ്ട് ആംഗിൾസിന്റെയും സമ്മ് 180 ഡിഗ്രി ആണെങ്കിൽ അതെന്താണ്? ലീനിയർ പെയർ ആണ്. ദേ ഫോം എ ലീനിയർ പെയർ. ലീനിയർ പെയർ എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രി. ഓക്കെ, ലീനിയർ പെയർ, ഇതിനെയാണ് നമ്മൾ ലീനിയർ പെയർ എന്ന് പറയാം. ഓക്കെ, രണ്ട് ആംഗിൾസിന്റെ സമ്മ് 180 ഡിഗ്രി ആണെങ്കിൽ അതിനെ തന്നെയാണ് നമ്മൾ ലീനിയർ പെയർ. ഇഫ് ടു അഡ്ജസന്റ് ആംഗിൾസ് ആർ സപ്ലിമെന്ററി, രണ്ട് അടുത്തടുത്തുള്ള ആംഗിൾസ് സപ്ലിമെന്ററി, ദാറ്റ് മീൻസ് അതിന്റെ സമ്മ് 180 ഡിഗ്രി ആണെങ്കിൽ ദേ ഫോം എ ലീനിയർ പെയർ. അപ്പൊ ലീനിയർ പെയർ എന്ന് പറഞ്ഞാൽ ആ ആംഗിൾസിന്റെ സമ്മ് എന്താ? 180 ഡിഗ്രി. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, in the adjoining figure name the following pairs of angles. നമ്മളോട് എന്താ പറഞ്ഞത്? ഈ ഫിഗറില് നമ്മളുടെ ആംഗിൾസിന്റെ നെയിം എഴുതാം. നമുക്കൊരു ഫിഗർ തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ഒബ്റ്റ്യൂസ് വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾ. ഒബ്റ്റ്യൂസ് വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾ. വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ഒക്കെ നമ്മൾ പഠിച്ചതല്ലേ, ജസ്റ്റ് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ. ഇപ്പൊ നമുക്ക് ഇങ്ങനെ തന്നു. അപ്പൊ ഈ ഒരു ആംഗിളും ഈ ഒരു ആംഗിളും എന്താണ്? ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. അതുപോലെ ഈ ഒരു ആംഗിളും ഈ ഒരു ആംഗിളും ഓപ്പോസിറ്റ്, അതാണ് വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഒബ്റ്റ്യൂസ് വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾ. ഒബ്റ്റ്യൂസ് ആംഗിൾ നമ്മൾ എന്താന്ന് പറഞ്ഞു? 90നേക്കാളും വലുതായിരിക്കണം, 180നേക്കാളും ചെറുതായിരിക്കണം അല്ലെ. ഗ്രേറ്റർ ദാൻ 90 ആവും, ലെസ് ദാൻ 180 ആയിരിക്കും. 180ന്റെയും 90ന്റെയും ബിറ്റ്വീനിലുള്ള ആംഗിളിനെയാണ് നമ്മൾ ഒബ്റ്റ്യൂസ് എന്ന് പറയാം. അപ്പൊ നമ്മളുടെ ഒബ്റ്റ്യൂസ് വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾ ഏതൊക്കെ? ഇവിടെ ഒബ്റ്റ്യൂസ് എന്ന് പറഞ്ഞാൽ 90നേക്കാളും വലുതായിരിക്കണം. അപ്പം AOCയും AODയും BOCയും വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾ അല്ലേ. AOD എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരും, BOC എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരും. കണ്ടോ? ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്, ഒബ്റ്റ്യൂസുമാണ്. ഒബ്റ്റ്യൂസ് എന്ന് പറഞ്ഞാൽ 90നേക്കാളും വലുത്,
90 എന്ന് പറഞ്ഞാൽ എന്താ, ഇങ്ങനെയാണ് അല്ലെ, 90നേക്കാളും വലുതുമാണ് 180നേക്കാളും ചെറുതുമാണ്. ഒരു സ്ട്രേറ്റ് ലൈൻ ആകുമ്പോഴാണ് 180 ആവുക. ഇത് സ്ട്രേറ്റ് ലൈൻ ആവുണ്ടോ? ഇല്ല, ഇവിടെ ഗ്യാപ്പ് ഉണ്ട്, അതുപോലെ ഇവിടെയും ഗ്യാപ്പ് ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ പറയാ, ഏതൊക്കെ രണ്ട് ആംഗിൾ ആണ് ഒബ്റ്റ്യൂസ് വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾ? AOD, ആംഗിൾ AOD, ആംഗിൾ AODയും പിന്നെ ഏതാ, ആംഗിൾ BOCയും, ആംഗിൾ BOCയും. ആംഗിൾ AOD, ആംഗിൾ BOC വെർട്ടിക്കലി ഓപ്പോസിറ്റും ആണ്, ഒബ്റ്റ്യൂസും ആണ്. ഓക്കെ, ദ നെക്സ്റ്റ് വൺ അഡ്ജസന്റ് കോംപ്ലിമെന്ററി ആംഗിൾ. അഡ്ജസന്റ് ആംഗിൾ എന്താ നമ്മൾ പറഞ്ഞു, അടുത്തടുത്തുള്ള ആംഗിൾ. എന്തായിരിക്കണം? കോംപ്ലിമെന്ററി ആംഗിൾ ആണ്. കോംപ്ലിമെന്ററി എന്ന് പറഞ്ഞാൽ എന്താ, സമ്മ് 90 ഡിഗ്രി ആയിരിക്കണം, അടുത്തടുത്തും ആയിരിക്കണം. നമുക്കറിയാം ഇങ്ങനെയാണല്ലേ ഒരു 90 ഡിഗ്രി ആംഗിൾ ഉണ്ടാവുക. അപ്പൊ EOB ഒരു റൈറ്റ് ആംഗിൾ ആണ്. നമ്മളോട് പറഞ്ഞത് രണ്ട് ആംഗിൾസിന്റെ സമ്മ് എന്തായിരിക്കണം, 90 ഡിഗ്രി ആയിരിക്കണം. അപ്പൊ അതേതൊക്കെ, EOAയും AOBയും. അവ രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 90 ഡിഗ്രി കിട്ടണില്ലേ? യെസ്, EOA ആംഗിൾ AOB. അപ്പം EOAയും AOBയും കൂടെ അഡ്ജസന്റ് അടുത്തടുത്തുള്ള ആംഗിളും ആണ്, ഈ രണ്ട് ആംഗിളും ആണ്. ഓക്കെ, അടുത്തടുത്തുള്ള ആംഗിളും ആണ്, അതിന്റെ രണ്ടിന്റെയും സമ്മ് 90 ഡിഗ്രിയുമാണ്. സോ വി ക്യാൻ സേ ദാറ്റ് ആംഗിൾ EOA ആൻഡ് ആംഗിൾ AOB ആർ അഡ്ജസന്റ് കോംപ്ലിമെന്ററി ആംഗിൾ, അടുത്തടുത്തുള്ള കോംപ്ലിമെന്ററി ആംഗിൾ. The next, equal supplementary angle. ഇതിലേതാ ഈക്വൽ സപ്ലിമെന്ററി ആംഗിൾ? ഈക്വലും ആയിരിക്കണം, സമ്മ് 180 ഡിഗ്രിയും ആയിരിക്കണം. രണ്ടും ഒരുപോലെ. നമുക്കറിയാം ഈക്വൽ സപ്ലിമെന്ററി ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താ, സപ്ലിമെന്ററി ആംഗിൾ എന്ന് പറഞ്ഞാൽ സമ്മ് 180 ഡിഗ്രി ആണ്. അപ്പൊ ഈക്വൽ സപ്ലിമെന്ററി ആംഗിൾ, രണ്ട് ആംഗിളും ഈക്വൽ ആയിരിക്കണം. അതേതായിരുന്നു? 90 ഡിഗ്രി അല്ലെ. 90 ഡിഗ്രിയും 90 ഡിഗ്രിയും രണ്ടും ഈക്വലുമാണ്, രണ്ടും ആഡ് ചെയ്യുമ്പോൾ സപ്ലിമെന്ററിയും ആണ്. 180 ഡിഗ്രി കിട്ടും. 90 ഡിഗ്രി അല്ലായിരുന്നോ നമ്മളത്? യെസ്. അപ്പം EOBയും EODയും, ആംഗിൾ EOB, ആംഗിൾ EOD, EOB ആൻഡ് EOD അല്ലെ, ഈക്വൽ സപ്ലിമെന്ററി ആംഗിൾ. EOBയും EODയും രണ്ടും 90 ഡിഗ്രി ആണ്, ഈക്വലുമാണ്. രണ്ടിന്റെ 90 + 90 രണ്ടിന്റെയും സമ്മ് എന്ത് കിട്ടുന്നുണ്ട്? 180യും കിട്ടുന്നുണ്ട്. ഓക്കെ, ദ നെക്സ്റ്റ് അൺഈക്വൽ സപ്ലിമെന്ററി ആംഗിൾ. ഈക്വൽ ആവരുത്, ബട്ട് അതെന്തായിരിക്കണം? സമ്മ് 180 ആയിരിക്കണം. അതേതാ സപ്ലിമെന്ററി ആംഗിൾ? അൺഈക്വൽ സപ്ലിമെന്ററി ആംഗിൾ AOD DOC. ചെയ്തൂടെ? AOD എന്ന് പറഞ്ഞ ആംഗിൾ ഇതാണ്, DOC എന്ന് പറഞ്ഞ ആംഗിൾ ഇതാണ്. അത് രണ്ടും ഈക്വൽ ആണോ? അല്ല. AOD എന്ന് പറഞ്ഞാൽ വലിയ ആംഗിൾ ആണ്, ആൻഡ് DOC എന്ന് പറഞ്ഞാൽ ചെറിയ ആംഗിൾ ആണ്. അപ്പൊ ഈക്വൽ അല്ല. ഇനി സമ്മ് 180 ആവണ്ടേ? ആണ്. ഒരു സ്ട്രേറ്റ് ലൈനിലായിരിക്കണം, നമുക്കറിയാം 180 ഡിഗ്രി. അപ്പൊ AOC എന്ന് പറഞ്ഞത് ഒരു സ്ട്രേറ്റ് ലൈൻ ആണ് അല്ലെ. അപ്പൊ നമുക്കറിയാം ഇത് ഒക്കെ കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 180 കിട്ടും. അപ്പൊ ഏതൊക്കെ രണ്ട് ആംഗിൾ? AOD എന്ന് പറഞ്ഞ വലിയ ആംഗിളും DOCയും. ആംഗിൾ AOD ആൻഡ് ആംഗിൾ DOC. ഓക്കെ, AODയും DOCയും സപ്ലിമെന്ററിയും ആണ്, അൺഈക്വലും ആണ്. ക്ലിയർ? ദ നെക്സ്റ്റ് വൺ അഡ്ജസന്റ് ആംഗിൾസ് ദാറ്റ് ഡു നോട്ട് ഫോം എ ലീനിയർ പെയർ. അഡ്ജസന്റ് ആംഗിൾസ് അടുത്തടുത്തുള്ള ആംഗിൾ ആയിരിക്കണം, ബട്ട് അത് ലീനിയർ പെയർ ആയിരിക്കരുത്. ലീനിയർ പെയർ എന്ന് പറഞ്ഞാൽ സമ്മ് 180 ആയിരിക്കരുത്. ഏതൊക്കെ? BOAയും AOEയും പറഞ്ഞൂടെ? യെസ്, അതിന്റെ സമ്മ് 90 ഡിഗ്രി ഉള്ളൂ. അപ്പൊ നമുക്ക് എന്താ പറയാ? ലീനിയർ പെയർ അല്ല എന്ന് പറയാം. പിന്നെ BOAയും AOEയും അടുത്തടുത്തുള്ള ആംഗിൾ ആണ്, സപ്ലിമെന്ററി ആണ്. അപ്പൊ BOA AOE, BOA ആൻഡ് ആംഗിൾ AOE. നെക്സ്റ്റ് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇനി വേറെയും ആംഗിൾ ഉണ്ട്, AOE EOD. അതിന്റെ ആംഗിളിന്റെ സമ്മ് 180 ആണോ? അല്ല, അഡ്ജസന്റും ആണ്. അപ്പൊ AOE EOD, ആംഗിൾ AOE ആൻഡ് ആംഗിൾ EOD. ഇനി അത് അടുത്തടുത്തുള്ള ആംഗിൾ EOD DOC. ലീനിയർ പെയർ അല്ല. ലീനിയർ പെയർ അല്ലാത്തല്ലേ നമ്മൾ ചോദിച്ചേ? യെസ്, അഡ്ജസന്റും ആണ്. EOD DOC, EOD DOC. ഓക്കെ, അപ്പൊ അങ്ങനെ നമുക്ക് ഇനി DOC COB. ബട്ട് അതെന്താണ്? പറ്റില്ല. DOCയും COBയും കൂടെ നമ്മൾ അഡ്ജസന്റ് ആണ്, ബട്ട് നമുക്ക് ആംഗിളിന്റെ സമ്മ് 180 കിട്ടുന്നുണ്ട്. ബട്ട് നമ്മളോട് ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞത്? ദാറ്റ് ഡു നോട്ട് ഫോം എ ലീനിയർ പെയർ. 180 കിട്ടരുത്.
ഓക്കെ, അപ്പൊ നമുക്ക് ഈ 3 ആംഗിൾസും അഡ്ജസന്റും ആണ്, ലീനിയർ പെയറും അല്ല. ക്ലിയർ? അപ്പം നമ്മള് ഈ ഒരു പാർട്ടിൽ എന്തൊക്കെ ഡിസ്കസ് ചെയ്തു? കോംപ്ലിമെന്ററി ആംഗിൾ, സപ്ലിമെന്ററി ആംഗിൾ. പിന്നെ നമുക്ക് ഫിഗർ തന്നാല് നമ്മളുടെ ഏതൊക്കെ ആംഗിൾസ്, അക്യൂട്ട് ആണോ, ഒബ്റ്റ്യൂസ് ആണോ, റൈറ്റ് ആംഗിൾ, എന്തൊക്കെയാ ചോദിച്ചത് അതൊക്കെ നമുക്ക് ആ ഫിഗറിന് മനസ്സിലാക്കാൻ പറ്റണം. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മൾ ഈ ഒരു പാർട്ടിൽ ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ ഡിസ്കസ് ചെയ്യാം റിമൈനിങ് പാർട്ട്. ഓക്കെ, താങ്ക് യു.